ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സോഫയും ടി വിയും എൻ്റെ സ്വന്തമാണ്. രാവിലെ എണീക്കുന്നത് തൊട്ട് വൈകുന്നേരം ഉറങ്ങുന്ന വരെ എൻ്റെ അടുത്ത് അവിടെ കിടന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ കിടക്കും. പ്രത്യേകിച്ച് ഇരുട്ട് മൂടിയ കാലാവസ്ഥയും കൂടെ സൂപ്പറായിട്ട് ഞാൻ കിടക്കും. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഫാരി ടി വിയിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാമാണ് കേട്ടോ. ഞാൻ ഭയങ്കര അഡിക്റ്റഡാണ് ആ പ്രോഗ്രാമിന്. എത്ര എന്താ പറയുക, ഒത്തിരി ചെറുതിലേ തൊട്ട് കണ്ടു തുടങ്ങിയത്. ഇപ്പം ഞാനത് കാണും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് കുറിക്കാൻ വേണ്ടി കൊള്ളി വറുത്തത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ തൃശ്ശൂരൊക്കെ ഇതിന് കൊള്ളി വറുത്തതെന്നാട്ടോ പറയുന്നത്. എല്ലാ സ്ഥലത്തും വ്യത്യാസമായിരിക്കും, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഞാൻ ഓൾറെഡി ഇത് വായിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടുന്നതാണ് ഞാൻ രണ്ടാമത് പിന്നെയും അതെടുത്ത് വായിച്ച് ഇപ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബുക്ക് ഒന്നുകൂടെ വായിക്കാൻ. ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി എൻ്റെ പുത്രി എവിടെയാണെന്ന് നോക്കിയപ്പോഴാണ് അവൾ ഭയങ്കര കളിയിലാണ്. ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും കൂടെ റോട്ടിൽ കിടന്ന് ഉഴുതുമറിഞ്ഞ് കുട്ടി കളിക്കുകയാണ്. എന്താ ചെയ്യുക, അവൾക്ക് ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരുടെ കൂടെ ഇപ്പോൾ കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം കുഴപ്പമൊന്നുമില്ല. പിന്നെ റോട്ടിലധികം വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം കുട്ടിയൊക്കെ ആയിട്ട് ഇതുപോലെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവളെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കളിക്കട്ടെ. അപ്പോൾ അങ്ങനെ അവൾ അവളുടേതായ ലോകത്തിങ്ങനെ പാറി നടക്കും.